ഓം സായിറാം. നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട്, പ്രത്യേകിച്ചും ശ്രീ സുരേഷ് ജിയുടെ അനുഭവങ്ങളും ഭക്തർക്ക് അദ്ദേഹം നൽകിയ മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ കഴിഞ്ഞ വീഡിയോകൾ കണ്ടിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എനിക്ക് വാട്സപ്പ് വഴിയും ഫോണിൽ നേരിട്ടും കമൻറ്റ് വഴിയും ഒക്കെയായി പലരും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. സുരേഷ് ജിയുടെ നമ്പർ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയ ആദ്യ വീഡിയോയിൽ തന്നെ ഞാൻ കൊടുത്തിരുന്നു. അദ്ദേഹത്തെയും നിരവധി ആൾക്കാർ നേരിട്ട് വിളിച്ച് തങ്ങളുടെ അനുഭവങ്ങളും സങ്കടങ്ങളും പലവിധത്തിലുള്ള പ്രയാസങ്ങളും പങ്കുവയ്ക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ സായിബാബ വഴി അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വളരെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അനുഭവങ്ങളുടെ അക്ഷയപാത്രം ഒരിക്കലും കാലിയാകുകയില്ല. അത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. സദ്ഗുരു സായി അത് എല്ലാ ഭക്തർക്കും വാരിക്കോരി നൽകുമെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അത്തരം അനുഭവങ്ങളുടെ അമൃത കുംഭത്തിൽ നിന്നും പകർന്നെടുത്ത ഒരു അനുഭവാമൃതം ബാബയുടെ അനുമതിയോടെ ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഓം സായിറാം. साईनाथ महाराज की जय. Wonderful experiences as all this nice vlog had been sharing with us all these days. I'm really overwhelmed to hear the experiences and what people have been getting through a few mantras and after I've come into this faith of Baba. This is a general address to all the public who is viewing this. ഇതിനകത്ത് കൊടുത്തൊരു മന്ത്രം സുധീഷ് എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന ഒരു അനുഭവമാണ് നമുക്ക് കേൾക്കാൻ പറ്റുക. ഇതിലൂടെ ഈ മന്ത്രം നിങ്ങൾ വീട്ടിൽ ഈ 9:33 രാവിലെയും 9:33 വൈകുന്നേരവും തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. കാരണം ഈ നയസ് വിലോഗിലൂടെ പരിചയപ്പെട്ട ഓരോരോ വ്യക്തികളും എൻ്റെ കോൺടാക്റ്റിൽ വന്ന വ്യക്തികൾ അവരുടെ പ്രോബ്ലംസ് പറഞ്ഞ അവർക്ക് എല്ലാം ഞാൻ ഈ ഒരു മന്ത്രം ഉപദേശിക്കുകയുണ്ടായി. ഇത് ഉപദേശിച്ച സമയത്ത് അവർക്കെല്ലാം അവരുടേതായ ഇതിലൊരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ വരുന്ന മാതിരി ഒരു ഫീൽ, ഒരു വൈബ്രേറ്ററി ഇത് സമയത്ത് ഇതിനകത്ത് കണ്ടറിഞ്ഞ എക്സ്പീരിയൻസ് ഞാൻ എന്നെ പലരും വിളിച്ചു പറഞ്ഞു. ഗ്രൂപ്പായിട്ട് അവർ ഇരുന്നിട്ട് ചെയ്യുമ്പോഴും ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോഴും ഇതുണ്ടായി. ഓഫ് ലേറ്റ് നമ്മുടെ രതീഷ് തന്നെ ട്രൈ ചെയ്തപ്പോൾ രതീഷിൻ്റെ ഒരു ചെറിയൊരു അനുഭവം രതീഷ് പറഞ്ഞു. അതായത് കണ്ണിലുള്ള 2 ലൈറ്റ് വന്നിട്ട് ബാബ ഒരു നീല ഒരു ഫോർ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മുഖം രതീഷിന് കാണുകയുണ്ടായി. രതീഷിൻ്റെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ രതീഷ് is such a person, busy, you will find him hectic with his routine, always preoccupied with his official routines and hardly gets a time in the evening. Our time he makes it for the sake of a Baba, putting things what we are seeing now from a long time. ഞാനിപ്പോൾ വളരെ ചുരുങ്ങിയ കാലയളവിലാണ് രതീഷുമായിട്ട് വരാൻ വേണ്ടിയിട്ടൊരു ഭാഗ്യം ഉണ്ടായത്. രതീഷിനെ കണ്ടാക്കി വിലോകിലോട്ട് എൻട്രി ചെയ്യേണ്ട ഒരു ഭാഗ്യം ഉണ്ടായത്. ഇറ്റ്സ് റിയലി എ വെരി ബിഗ് പ്ലാറ്റ്ഫോം ഫോർ മീ because people from all quarters have been calling me, hearing my speech, talks or whatever experiences, songs and this thing I've been giving through. എല്ലാം ബാബ തന്നൊരു ഗിഫ്റ്റാണ് എനിക്ക്. ഞാൻ പറഞ്ഞ ഇത് തികച്ചും 100%. For some it has worked as a faith healing mantras, whatever I had given through. And these mantras, it's not my thing, it's given to my sister directly in a vision, because we had been into this faith from 40 years. സായി ആരും കൈപിടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മുടെ ബാബ. ഈ 2 ദിവസം മുന്നേ രതീഷ് എന്നെ വിളിച്ചിട്ട് ഒരു ഷാർജ എന്നൊരു ജ്യോതി എന്ന് പറഞ്ഞ ഒരു ലേഡി വിളിക്കുകയുണ്ടായി.
ഈ നയസ് വീലൊക്കെ കണ്ടിട്ട്. ഷീസ് ഇൻ ഫാക്ട് സഫറിങ് ഫ്രം ബ്രെയിൻ ട്യൂമർ ഓർ സംതിങ്. കുറേ നേരം സംസാരിച്ചു എന്നെ വിളിച്ച് പറഞ്ഞ് നയസ് വീലൊക്കിലൂടെ സുരേഷ്ജിയുടെ ഈ സംഭവങ്ങളൊക്കെ കേട്ടു. എനിക്ക് ഒത്തിരി ഇതുണ്ടായി, ഒരു സ്പാർക്ക് ഉണ്ടായി ബാബയുടെ ആ അനുഭവം കേട്ടപ്പോൾ. അവരുടെ അനുഭവം കുറേ ഷെയർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ആക്ച്വലി രതീഷ് ടോൾഡ് മീ, he gave me a time of 7:30 in the evening. She wanted to go to the temple. ബാബ ടെമ്പിളിൽ പോയി തിരിച്ച് വന്നിട്ട് സുരേഷിനെ വിളിക്കുന്നതായിരിക്കുന്നു. പക്ഷെ അവർ പോകുന്നതിലെടുക്കാൻ എന്നെ വിളിച്ചു. അത് ഐ വാസ് ഇംപേഷ്യൻറ്റ്. ഐ വാണ്ടഡ് ടു കോൾ യു ബിഫോർ ഗോയിങ് ദർ. എന്നിട്ട് വരെ ആ ഒരു അവരുടെ ആ ഒരു ഇത് റിയലി ഇത് കാരണം സായിയുടെ എന്ത് കേട്ടാലും നമുക്ക് മതി വരാതൊരു ഇതാണ്. എപ്പോഴും വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഇതാണ്. ലാൻഡ് ഫോണിൽ അവിടുന്ന് ഒത്തിരി നേരം എൻ്റെ അടുത്ത് സംസാരിച്ചു. ഈ ബാബയുടെ അടുത്ത് പോയി തിരിച്ചു വന്നിട്ട് വീണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബാബ അവർക്ക് ഈ അടഞ്ഞ ഇതിലൂടെയും ബാബ വിഷൻസും ലൈറ്റ്സും ഓരോ ഇൻസ്ട്രക്ഷൻസും കൊടുത്തുകൊണ്ടിരുന്നു. അതിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എപ്പോഴും ബാബ വരുന്നതിൻ്റെ മുന്നേ ഒരു നീളം വെച്ചിട്ടൊരാൾ, ഞാൻ ഹൈറ്റിൽ ഇങ്ങനെ ഒരു കാണാനുണ്ട്. ഐ ജസ്റ്റ് മേക്ക് എ വൈൽഡ് ഗെസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി സുരേഷ് ജി. കാരണം സുരേഷ് ജി ആണോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഐ സൈലൻ്റ്ലി sat with a smile on my face because I cannot be that person who comes along with Baba, who has come along with Baba in a അതൊരു ബ്ലഡ് വിഷനായിരുന്നു. അവർ കാണുന്നത് വളരെ പെർഫെക്റ്റ്, കാണാതെ ഒരു കാഴ്ചയില്ലാതെ ആൾക്ക് കാണിച്ചു കൊടുത്തൊരു സംഭവമാണത്. അത് ആരാണെന്ന് എനിക്ക് പോലും പെട്ടെന്നൊരു ഇത് തോന്നിയത്, ഹൂ കുഡ് ദാറ്റ് ബി എന്നില്ല ഒരു സംഭവം. അന്നേരമാണ് രതീഷ് എൻ്റെ അടുത്ത് പറഞ്ഞ്, സുരേഷ് ഈ മന്ത്രം ഇപ്പോൾ സുധീഷ് താഴെ പറയുന്ന മന്ത്രം ഞാനിതെടുത്തു. ഈ എടുത്തപ്പോൾ എനിക്ക് ഒരു മന്ത്രത്തിലും ഇല്ലാതെ ആ ഒരു വൈബ്രേറ്ററി ഫീലും പിന്നെ ഇത് ഒരിക്കൽ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ വിഷനിൽ ബാബ അന്ന് എടുത്ത സമയത്ത് ഒരു യെസ് റിലീജിയസ്ലി ഡൺ ഇറ്റ് അറ്റ് ദ സെയിം ടൈം 9:33 AM രാവിലെ, അതേമാതിരി 9:33 PM ചെയ്യുമ്പോഴും ഇത് പുള്ളിക്ക് ആ ഒരു അനുഭവം രാത്രി കൊടുത്തത് ബാബ ഒരു വിഷനിലൂടെയാണ്. ഒരു നീല ലൈറ്റോടുകൂടി കണ്ണിൽ 2 ലൈറ്റ് ഇങ്ങനെ ഒരു റേ ഓഫ് ലൈറ്റാണ് കണ്ടത്. പിന്നെ ആ ലൈറ്റ് ചെന്ന് പതിഞ്ഞത് ഒരു ചിത്രത്തിൻ്റെ മുകളിലാണ്. ബാബയുടെ ഒരു നീല ഇമേജാണ് ഫോർ ഫ്രണ്ടിൽ ഒരു കാഴ്ചയായിട്ട് കൊടുത്തത്. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് വണ്ടർ സ്ട്രക്ക്. ഇത് സ്വാമിയുടെ ആ ഒരു ഇത് പവർ ആ മന്ത്രത്തിലൂടെ വന്ന് കിട്ടിയതാണെന്നുള്ളത്. ടു എവ്രി വൺ ഹൂസ് ഓൾറെഡി എ സബ്സ്ക്രൈബർ, സ്പെയർ എ ടൈം. ഈ ഒരു സമയം നമുക്ക് ഇറ്റ് ഡസൻ ടേക്ക് മച്ച് ഓഫ് എ ടൈം. ഞാൻ 108 പ്രാവശ്യം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. 108 പറയുന്ന സമയത്ത് അതിനൊരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു 15 പേര് പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ് ഇൻ ഗ്രൂപ്പ്സ്, ഇൻഡിവിജ്വലി വി ആർ ഡൂയിങ് ദിസ് മന്ത്ര. ആൻഡ് ഐ എം സോ ഹാപ്പി ദറ്റ് ഈ ഒരു ക്ലോക്ക് ടൈം ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിൾ ഹു ആർ എബ്രോഡ് ഹാസ് ഓൾസോ ബീൻ ഡൂയിങ് ദിസ്, ലൈക്ക് സൗമ്യ and most convenient, I mean, Jyoti is also, who came into contact with me 2 days ago, has also promised me that she is also willing to do that. അത് ഇന്ന് കർത്തവ്യമാണ്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ദിവസം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം സുരേഷ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഐ എം ഷുവർ ദാറ്റ് ദിസ് വിൽ വർക്ക് വണ്ടേഴ്സ് ഇൻ അവർ ലൈഫ് ടു. ഇപ്പം ഞാനൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ നല്ലൊരു സോളാണ്. ബാബ ചെറുപ്പത്തിൽ നല്ല കുറേ അനുഭവങ്ങൾ, ഗുജറാത്തിൽ ബേസ്ഡ് ആയിരുന്നവർ ബാബ വീട്ടിൽ ചെന്നിട്ട് രൂപദർശനം കൊടുത്തിട്ടുണ്ടായിരുന്നു. വന്ന് പല പല അനുഭവങ്ങൾ നമുക്കൊക്കെ അവർ നയസ് വീലോഗിൽ ഒരു ദിവസം ഇരുന്ന് പറയാൻ പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടുണ്ട്. വിൽ സൂൺ ഹിയർ ദാറ്റ് ടെസ്റ്റിമണി ഓഫ് ഹർ ഓൾസോ. അപ്പം ഞാനിത് പറയുന്നത് അവർക്കൊരു കാഴ്ച കൊടുക്കാൻ വേണ്ടി. ഈ കാഴ്ച എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറ്റൽ ഓർഗൻ. ഐ ഈസ് ഓൾവേസ് എ വൈറ്റൽ ഓർഗൻ ഫോർ എവ്രി വൺ. അതില്ലാന്നില്ലെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ആ ഒരു ഇത് കണ്ണിന് കാഴ്ചയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നില്ല. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ഈസ് ഗിഫ്റ്റഡ് വിത്ത് 2 ബോയ്സ്. 2 മക്കളാണ് അവർക്ക്. എഞ്ചിനീയറിങ് ഇതാണ്, ലുക്കിംഗ് ഔട്ട് ഫോർ എ ജോബ്. അവരാണ് അവരുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ആൻഡ് ഹസ്ബൻഡ് ഇസ് ഓൾസോ. അവർ നോർമലി ആസ് എല്ലാ ഇതിലും അവരെല്ലാം വർക്ക് ചെയ്യുന്നു. ആൻഡ് ഷീ സോ കോൺഫിഡൻറ്റ് വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ബാബ. ഇവർക്ക് കാഴ്ച റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്യും. Specifically all the readers who had personally taken up such a and read for their sake. ഇപ്പോൾ അഞ്ജലി എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ഒരു വേർഡ് ഓഫ് കോളിൽ
അവരുടെ സെൽഫ്ലെസ്ലി ഷി ഹാസ് ഡൺ എ റീഡിങ് ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ ടു പുട്ട് ദാറ്റ് ബിഫോർ യു വൺസ് അഗെയിൻ. അതേമാതിരി നിങ്ങൾ ഈ സച്ചരിത ഒരു വായന തീർക്കണം. മേ ബി മേക്ക് ഇറ്റ് കൺവീനിയൻറ്റ്, ഡോണ്ട് സ്റ്റിക്ക് ഓൺ ടു ദിറ്റ്. ആൻഡ് എവറി ഡേ വെൻ എവർ യു ഓപ്പൺ ദിസ് ബുക്ക് ആൻഡ് റീഡ് ദിസ് ഫോർ ഹർ, മാക്സിമം അത് 7 days തീർക്കണമെങ്കിൽ അവർക്ക് ആ ഒരു കാഴ്ച കൊടുക്കണമേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതിൽ നിങ്ങൾക്ക് 10 ഇരട്ടി ഗുണങ്ങൾ കാണും. അത് ഈ പറയുന്ന എല്ലാവരും, ഞാൻ എന്ത് പറഞ്ഞാലും അവർ പേര് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും മാറ്റി പറഞ്ഞു പോകും എൻ്റെ അടുത്ത് പറയുന്നത്. അതായത് സൗമ്യലത, നമ്മളെ ഹിന്ദി ട്രാൻസ്ക്രിപ്റ്റിൻ്റെ സോങ്സിന് വേണ്ടി ചെയ്തവർക്ക് ഞാൻ അറിയാതെ സ്വർണ്ണലക്ഷ്മി എന്ന് സ്വർണ്ണ ലത എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേര് മാറ്റണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2-3 പേരങ്ങനെ അതേമാതിരി സുരക്ഷ വിളിച്ചില്ല. കാരണം അത്രമാത്രം അവർ ആ ബാബേൻ്റെ ആ ഒരു ഈ സംഭവങ്ങൾ കേട്ടിട്ട് എൻ്റെ ഓരോ വാക്കുകളും വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ അടുത്തെല്ലാം ഞാൻ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ ജ്യോതി എന്ന് പറഞ്ഞ ലേഡിക്ക് വേണ്ടി നമുക്ക് സ്പെഷ്യലി ഒന്ന് പ്രാർത്ഥിക്കാം. കാരണം ഞാനിത് പറയണമെന്നുണ്ടെങ്കിൽ ഞാനിത് എടുത്തു വരണമെന്നുണ്ടെങ്കിൽ ഐ ഫൈൻഡ് ഐ എം നോട്ട് എ ഡിറ്റർമിൻഡ് പേഴ്സൺ ലൈക്ക് യു ഓൾ. നിങ്ങളൊക്കെ ഒത്തിരി സീക്രട്ട് സോൾസാണ്, ബാബയുടെ സെലക്റ്റഡ് ഇതാണ്. പുസ്തകം ഇന്ന് വായിക്കുന്ന കൂട്ടർ പലരും പറയും എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്, കാരണം ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ വായിച്ചു. പക്ഷേ ഈ സ്വാമി ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്വാമി സായി കൃഷ്ണ സ്വാമി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി പുള്ളിയുടെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ബാബ തന്നെ കൊടുത്തൊരു പേരാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി സായി കൃഷ്ണ പേരായിട്ടാണ് ഞാൻ ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. നിങ്ങളെ എന്നെ സ്റ്റാർട്ട് ചെയ്ത് ട്രിഗർ ചെയ്തത് പുള്ളിയായിരുന്നു. ഇപ്പോഴും പുള്ളി മൂകാംബികയിലാണ്. അപ്പം പുള്ളി ഡീപ്പ് പെനൻസിൽ വീട്ടിലിരുന്നിട്ട്, എൻ്റെ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് 24 മണിക്കൂർ ഇരുന്നിട്ട് ഇങ്ങനെ ജപം, ഇങ്ങനെ ബാബയ്ക്ക് ഓഫറിങ്ങും അതും ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഈ സച്ചരിതം വായിക്കാനും കഠിന പ്രയത്നം ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാൻ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഇത് ചെയ്ത് കാണുമ്പോൾ നമ്മളെ വീട്ടിലൊരു സ്പെഷ്യൽ വൈബ്രേഷനായിരുന്നു, ഒരു വൈബായിരുന്നു അത്. ഓൾമോസ്റ്റ് പുള്ളിയുള്ള സമയത്തൊക്കെ പലരും സ്വാമികൾ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ വരുമ്പോഴും ഞാൻ എൻ്റെ ആ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അവർ വിട്ടിട്ടുണ്ട്. ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് കാണാനുണ്ട്. ഞാൻ സ്പെസിഫിക്കലി എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ആരെങ്കിലും സങ്കടം കേൾക്കുന്ന സമയത്ത് ഞാനത് പറയണമെന്ന് ഈ കാര്യങ്ങൾ അവർക്ക് നടന്ന് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു റിക്വസ്റ്റ് സ്പെഷ്യലി പറയുകയാണ്, കാരണം ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജ്യോതി എന്ന പേര്, ഷീ ഈസ് ഫ്രം ഷാർജ. അവർക്ക് നിങ്ങൾ എല്ലാവരും, ഈ കേൾക്കുന്ന എല്ലാവരും പറ്റുന്ന ആൾക്കാർ ഒരു ബുക്ക് റീഡിങ് ചെയ്യണം. ഞാൻ സുധീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോഴും അവരുടെ പുള്ളിയുടെ അനുഭവം പറയും. പുള്ളിനെ എനിക്ക് കിട്ടിയിരിക്കുന്ന ബാബയുടെ ഒരു കൃപയാലാണ്. കാരണം ഒരു കൊച്ചിന് മംഗല ഭാഗ്യം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുള്ളിയെ ഒരു റീഡിങ് ഇമ്പോസ് ചെയ്തെടുക്കുക. അതിനുള്ള അനുഭവം ഞാൻ പറഞ്ഞത് എനിക്ക് വാരി കോരി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാബ ആ റീഡിങ്ങിലൂടെ. അതേമാതിരി പിന്നീട് ഈ അനുഭവം പറഞ്ഞത് ഒത്തിരി ബിസിയായിട്ട് ഞാൻ ഇതേമാതിരി ആ റീഡിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായി സുരേഷ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത്. അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നിങ്ങൾ കേൾക്കുന്ന ആൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ജ്യോതി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി റീഡിങ് ചെയ്യണം. മോറോവർ അഡ്മിൻ രതീഷ് ഹാസ് ഓൾസോ ബീൻ ഗിവൻ എ വിഷൻ സെയിങ് ദാറ്റ് കണ്ണിലൂടെ 2 വെളിച്ചമാണ് കണ്ടത്. പിന്നെ അവർക്കുണ്ടായ വിഷൻ, ഈ അടഞ്ഞ കണ്ണിൽ കൂടെ അവർ ബാബ വരുന്നതിൻ്റെ മുന്നേ ഒരു നീളം വെച്ച ഒരാളാണ് കണ്ടിരിക്കുന്നത്. നമ്മളെ ലീഡർ തന്നെയാണത്, അതായത് രതീഷ്. ഞാൻ ഇത് കേട്ടപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല അവിടുത്തെ റിപ്ലൈ ആയിട്ട്. കാരണം അവർ ആ ഒരു ധാരണയിൽ ഞാനാണ് എന്നെ സുരക്ഷിയായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ഞാനത് അതിനകത്ത് നിന്ന് ഇപ്പോഴും ഓൾ ഓഫ് എ സഡൻ അടുത്ത് പറഞ്ഞില്ല. ഐ വോണ്ടഡ് ടു കൺഫേം ഹു കുഡ് ദാറ്റ് ബി. കാരണം ഞാൻ വലിയ ഹൈറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ രതീഷിനെ വിളിച്ചിട്ട്, രതീഷിന് ഇന്നലെ ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു. അപ്പോൾ ഡ്രൈവിങ്ങിലോ ബിസി ഇതിലായിരുന്നു, റൂട്ടിലായിരുന്നു പുള്ളി. ഫാർമസ്യൂട്ടിക്കൽ ഇതാണല്ലോ, ഡിസ്ട്രിബ്യൂട്ടറാണ് പുള്ളി ബോംബെയിൽ. അതിൽ ഹിസ് ലീഷർ ടൈം ഓൺലി സിറ്റ്സ് ആൻഡ് ഡു ദിസ് ജോബ് ഫോർ അസ്. അപ്പം രതീഷിനെ വിളിച്ചായിരുന്നു, ഐ വിൽ കോൾ യു ബാക്ക് വെൻ ഐ ഗെറ്റ് ബാക്ക് ഹോം എന്ന് പറഞ്ഞു വിളിച്ചത്. എന്നിട്ടും എനിക്ക് പേഷ്യൻസ് നിൽക്കുന്നില്ല. രതീഷ് ഓൾ ദിസ് ടൈം ഐ ബീൻ വെയിറ്റിംഗ്. ഐ വോണ്ടഡ് ടു കൺവേ ചെയ്യാൻ ഒരു വിഷൻ, അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എടുത്ത ഉടനെ ഞാൻ ചോദിച്ചപ്പോഴും രതീഷ് സിസ്റ്ററുടെ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, രതീഷ് നീളം വെച്ചിട്ട ആളാണല്ലേ, എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കിയത് രതീഷിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴാണ്. അതായത് ഞാൻ ഈ മന്ത്രം ഓം രാജായ അവധൂത് ബാബായ ഉത്കൃഷ്ടപുത്രായ നമ,
ഈ മന്ത്രം പറയുമ്പോൾ രതീഷിനുണ്ടായ അനുഭവം, രതീഷ് ഭയങ്കര ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നെ അറിയിക്കാൻ വേണ്ടി അടുത്താണ് ആദ്യം തുറന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും ഗ്രൂപ്പിലൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തത് എൻ്റെ ഒരു ഇത്. കാരണം ഒരു ദേ ഓൾസോ ബി ഫേം ഇൻ ദിയർ റിസോൾവ് എന്നുള്ളൊരിതിന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം രതീഷിന് തന്നെ ആ ഒരു സംഭവം ബാബ കാണിച്ചപ്പോൾ ഒത്തിരി ഇത് തോന്നി രതീഷ്. അപ്പോൾ ഈ മന്ത്രം പറഞ്ഞത് എൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം സുധീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. കാരണം പുള്ളിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു മന്ത്രം തന്നെ എടുത്തോളൂ എന്ന് പറയുമ്പോൾ, കാരണം ആ സച്ചരിതം വായിച്ച സമയം 9:33 രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതേ 9:33 പുള്ളിക്ക് തീർക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. അതൊരു ഇൻഫ്ലുവൻസും ഇല്ലാണ്ട് ആ ഒരു ടൈമിൻ്റെ ഒരു 1 മിനിറ്റ് അപ്പുറത്തെ ഇപ്പുറത്തെ ലാപ്സ് ചെയ്ത് വരികയാണ്. ഞാൻ ഇത്രയും സംസാരിച്ചിട്ടില്ല അതിന് ആ ടൈമിനെ പറ്റിയിട്ട്. അതിന് വേറൊരു സ്പെസിഫിക് സ്റ്റോറി ഉണ്ട്. അത് പേഴ്സണലി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഞാനത് പറയണമെന്നും ഞാൻ എന്തുകൊണ്ടായിരുന്നു അത് പറഞ്ഞതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ ഓൺ ദിസ് നമ്പർ. ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു ഇൻ ഡീറ്റെയിൽ അതെന്ത് കാരണത്തിലാണ് ഞാനത് പറയാൻ കാരണം, എന്തുകൊണ്ടാണ് അത് ഇത്രയും റിവാർഡ് തരുന്നതെന്നുള്ളത് ഞാൻ സ്പെസിഫിക്കലി നിങ്ങൾ എന്നെ വിളിക്കുമ്പോഴും ഞാൻ പറയും. മെനി ഓഫ് യു ഹാവ് മൈ വാട്സപ്പ് നമ്പർ and I don't think because I've been individually handling you with all my forwards. It might sound silly for people, but never with all the subscribers who had come into contact with me, because they know that how deep I am in with Baba's Bhakti. നിങ്ങളുടെ അടുത്ത് വീണ്ടും ഞാൻ ഇത് ചെയ്യാണ്. ഈ സുധീഷ് പറയുന്ന ഒരു എക്സ്പീരിയൻസും ഇത് കേൾക്കുക. ഈ മന്ത്രം നിങ്ങൾ 9:33 രാവിലെ അതേമാതിരി വൈകിട്ടും പറഞ്ഞു നോക്കൂ. ഒരു അലാറം എന്തെങ്കിലും വെച്ചിട്ട്, ഈവൻ ഇൻ ഗൾഫ് കൺട്രീസ് ഹൂസോ വാസ് ടേക്കിംഗ് ദിസ് അപ്പ്, ദേ ആർ ഡൂയിങ് സ്വിച്ചിങ് ഓൺ ഇറ്റ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ടൈം സ്പെസിഫിക്കേഷൻ ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിന് തന്നെ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധം എനിക്ക്. അതിൻ്റെ ഒരു പവറും അതിൻ്റെ ഒരു വൈബ്രേഷനും നിങ്ങൾക്ക് ഈ ബ്രഹ്മാണ്ടം തന്നെ ഇല്യൂമിൻ ചെയ്തിട്ട് കാണാം. കാരണം ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ട് കേൾവിപ്പെട്ടു. കാരണം എല്ലാവർക്കും അതിൻ്റെ ആ ഒരു ഫീലും ഇതിൻ്റെ ആ പറയുന്ന സമയത്തില്ല ബാബയുടെ ഒരു ഡെഫിനറ്റ് കൂടുകയാണെന്നാണ് അവരെല്ലാം പറഞ്ഞു വന്നിരിക്കുന്നത്. ടു ഓൾ ദ ഫ്രഷേഴ്സ് ഹു ആർ ലിസ്ണിംഗ് ടു ദിസ്, ഹു നോ ലിറ്റിൽ ബിറ്റ് എ ഫ്യൂ തിങ്സ് ഓഫ് ബാബ ബിഫോർ ഓപ്പണിംഗ് ദിസ് ബുക്ക്, keep a practice of doing this mantra 108 times of the chant. Takes you about 10 to 15 minutes. അതൊരു 10 to 20 മിനിറ്റ്സിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഇത് ചെയ്യണം. ജ്യോതി എന്ന് പറഞ്ഞ അവരുടെ പേരിൽ ചെയ്യുക. അവർക്കൊരു കണ്ണിന് കാഴ്ച പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ട് അവരുടെ ഒരു ടെസ്റ്റ് മണി നമ്മൾക്ക് കേൾക്കാൻ അലയാവണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. അത് എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ചെയ്യണം. ആ ബുക്ക് എടുത്തിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു ഏണസ്റ്റ് റിക്വസ്റ്റാണ്. സുധീഷ് പറയുന്ന ഈ വ്യക്തി, പുള്ളിയുടെ പേഴ്സണലി ഇത് ഒരു ചെറിയ ഷോർട്ട് ക്ലിപ്പിൽ നമുക്ക് കേൾക്കാം. Ratish will be giving a description of the thing what is coming in this video. പിന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നത്, ഐ വിൽ ഗിവ് യു എ വെരി ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ തിങ്സ്. ഈ സമയം ഞാൻ ചൂസ് ചെയ്യണം. ഈ മന്ത്രം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി 907-255-7468 ഇതെൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പറുമാണ്, calling number. Anytime you can call me in this number. And also one more, this thing which is already in the flash, ഇതിലും റിലീസസിലും കാണിച്ചിട്ടുണ്ട് നമ്മളെൻ്റെ നമ്പർ. അതും ഒരു വാട്സപ്പ് നമ്പറാണ്. 7012-963-848. I'm Suresh here in the name of Sai. I just conclude this year. Sai Ram Ki Jai. സായിറാം. എൻ്റെ പേര് സുധീഷ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ പാണാവള്ളിയാണ് എൻ്റെ വീട്. അപ്പോൾ ഞാനിപ്പോൾ സുരേഷ് ഏട്ടൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയുകയും സുരേഷ് ഏട്ടനായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് അത് കരുതുന്നു ഞാൻ. അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ആ ഫോണിലൂടെ കോൺടാക്റ്റ് ചെയ്യുകയും ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ സുരേഷ് ഏട്ടനെ എൻ്റെ ദിനം പ്രതി സംസാരിക്കുകയും ചെയ്യാവുന്ന ഒരാളാണ്. അങ്ങനെ സുരേഷ് ഏട്ടനോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. സ്വാമിജിയായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ സ്വാമിജി എന്നോട് സ്വാമിജിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഷിർദി സായി സച്ചരി ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാമിജിക്ക് ഭയങ്കര ഒരു കാര്യമായി. സ്വാമിജി പറഞ്ഞ് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷത്തോടെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോൺ വെച്ചു. ഒരു അരമണിക്കൂർ ശേഷം സുരേഷ് ഏട്ടനെ വിളിച്ചു. പറഞ്ഞു
സച്ചരിതം ഒന്ന് വായിക്കണം, കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് എന്നോട് പറഞ്ഞു. സത്യം ഇപ്പം ഞാൻ സുരേഷ് ഏട്ടനോട് പറഞ്ഞു ഞാൻ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യാം, ജോലിയുടെ തിരക്കുകളുണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഞായറാഴ്ച ഒരു ദിവസം, ഒരു ഒഴിവ് ദിവസമാണ് പിന്നെ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ സുരേഷ് ഏട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ 9 മണിക്ക് ഞാൻ സച്ചരിതം വായിക്കുമെന്നാണ് പറഞ്ഞത് സുരേഷ് ഏട്ടനോട്. പക്ഷേ എന്നിട്ടും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സുരേഷ് ഏട്ടൻ ഞാൻ പറഞ്ഞും പോയി 9 മണിക്ക് അച്ഛൻ്റെ ഈ വായിക്കുന്ന മുമ്പ് പൂജാമുറി കയറി കുറച്ച് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് 9 മണിക്ക് തുടങ്ങാൻ പറ്റുമെന്നൊരു പേടി മനസ്സിലുണ്ടായിരുന്നു. അന്നേരം സുരേഷ് ഏട്ടനോട് ഞാൻ പറയുകയും ചെയ്തു ഇങ്ങനെ 9 മണിക്ക് സുരേഷ് ഏട്ടാ വായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. പക്ഷേ എല്ലാ പ്രാർത്ഥനയെല്ലാം പൂജയെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ എല്ലാം കഴിഞ്ഞ് മണി 9:33 ഷിർദി സായി സച്ചരിതം വായിക്കാൻ സാധിച്ചത്, സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ വൈകുന്നേരം വരെ സച്ചരിതം വായിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു ഭഗവാന്റെ ഒരു മിറാക്കിൾ എന്ന് പറയുന്നത് അവിടെയാണ്. രാവിലെ ഞാൻ 9:33 വായിക്കാൻ തുടങ്ങിയിട്ട് വൈകിട്ടും അതേപോലെ തന്നെ രാത്രി 9:33 തന്നെ അവസാനിപ്പിച്ചില്ല. ഭഗവാൻ എന്നെ കൊണ്ട് നിർത്തിച്ചു ആ ലാസ്റ്റ് പേജ് വരെ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. കാരണം രാവിലെ 9:33 തുടങ്ങിയത്, വൈകിട്ടും ഏകദേശം ഒരു 9 മണി, അതിൻ്റെ അപ്പുറത്ത് ഞാൻ അന്ന് ആദ്യം വായിച്ചപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഭഗവാന്റെ എന്താ അനുഗ്രഹമായിരിക്കാം. രാവിലെ തുടങ്ങിയ 9:33 തുടങ്ങിയിട്ട് രാത്രിയായപ്പോൾ അതേ സമയം 1 മിനിറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഞാൻ ഫോൺ ഓണാക്കി അമ്മേനെ കാണിച്ചു കൊടുത്തു. ഇത് കൃത്യം ആ സമയം തന്നെ, രാവിലെ തുടങ്ങിയ സമയം തന്നെ എന്ന് പറഞ്ഞു സുരേഷ് ഏട്ടൻ. അത് കഴിഞ്ഞു എനിക്കപ്പോൾ ആ സമയത്തൊക്കെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. കൊറോണയൊക്കെ കൊണ്ട് ഇത്തിരി ഡൗൺ ആയിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയി. നല്ല തിരക്കായി. നേരത്തെ എന്താ പറയുക, നമുക്ക് നമ്മുടെ ആൾക്കാർ പറയണ പോലെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അത്രയും തിരക്കായി ഭഗവാന്റെ എന്തുകൊണ്ട്. ഇതിനിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു അതിൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ ഞാൻ സുരേഷ് ഏട്ടനെ വിളിച്ചു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സുരേഷ് ഏട്ടനെ വിളിക്കും, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇടും വാട്സാപ്പിൽ. അപ്പോൾ സുരേഷ് ഏട്ടൻ എനിക്കൊരു മന്ത്രം തന്നു. ഓം രാജായ അവധൂത് ബാബായ ഉത്കൃഷ്ടപുത്രായ നമ എന്ന് പറഞ്ഞ ഈ ഒരു മന്ത്രം സുരേഷ് ഏട്ടൻ പറഞ്ഞു, ഈ ഞായറാഴ്ചയല്ലേ സച്ചരിതം വായിച്ച് 9:33 രാവിലെയും വൈകിട്ടും സെയിം ടൈം ബ്ലോക്ക് ചെയ്യാണ്ട് ഈ മന്ത്രം ജപിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ 9:33 ഞായറാഴ്ച തന്നെ പൂജാമുറി കയറി ഈ മന്ത്രം ജപിച്ചു 108. വൈകിട്ട് ഞാനപ്പോൾ 9:33 ആ സമയത്ത് പൂജാമുറി കയറണം. എങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബെഡ്റൂമിൽ വന്നിട്ട് ഭഗവാന്റെ ഒരു പുസ്തകമുണ്ട്, ഞാൻ ഫോട്ടോ ഇപ്പോൾ ഇതിലിട്ടേക്കാം. ഭഗവാൻ ഷിർദി സായിയുടെ ഭഗവാന്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ ഈ ഭഗവാന്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി 7 ദിവസം 9 ദിവസം വ്രതം എന്നുള്ള ഒരു പുസ്തകമുണ്ട്. എനിക്ക് എറണാകുളത്ത് നിന്ന് കിട്ടിയ ആ പുസ്തകം. അപ്പോൾ അതിൻ്റെ ഭഗവാന്റെ ഒരു പടമുണ്ട് ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ടിൽ. അത് ഞാൻ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൽ, അതായത് എൻ്റെ ബെഡ്റൂമിൽ താഴത്ത് ഒരു ഇരിപ്പിടം ഞാൻ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഭഗവാന്റെ ഈ പുസ്തകം വെച്ച്, അപ്പോൾ ഫ്രണ്ടിൽ ഭഗവാന്റെ ഫോട്ടോ ഉണ്ട് ആ ബുക്കിൻ്റെ. ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഒരു 70-78 രൂപയൊക്കെ ആയപ്പോൾ എനിക്ക് പേടിയായി. വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയിൽ നിന്ന് ഭയങ്കര ഒരു നമ്മൾ എന്താ പറയുക, നമ്മളൊരു ഫോട്ടോയിലേക്ക് കുറേ നേരം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ ഒരു എന്തിൻ്റെ ആയിരിക്കും കണ്ടിന്യൂ ആയിട്ട് ആ ഫോട്ടോയിൽ നോക്കി നമുക്ക് ഒരു വല്ലാത്തൊരു ഫീൽ ചെയ്യും, എന്തെങ്കിലുമൊക്കെ മിന്നി പറയണ പോലെ തോന്നും. പക്ഷെ ഞാൻ ഇത് നോക്കിയിട്ട് അങ്ങനെയല്ല, ഭയങ്കര ഒരു രൂപങ്ങൾ വ്യത്യാസം പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് പേടിയായി പോയി. എന്ന് വെച്ചാൽ ഞാൻ ബെഡ്റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് പെട്ടെന്ന് ഭഗവാന്റെ രൂപമൊക്കെ ഇങ്ങോട്ട് മാറി വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായി പോയി. ശരീരം അങ്ങോട്ട് തണുക്കണ്, വല്ലാത്തൊരു ഫീലിംഗ് ആയി. എന്നിട്ട് ഞാൻ മന്ത്രം കണ്ടിന്യൂ ചെയ്ത് നിർത്തിയില്ല, 108 വരെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലിട്ട് ഞാൻ പെട്ടെന്ന് എണീറ്റു. പക്ഷേ ഇത് വല്ലാത്തൊരു അനുഭൂതിയായി. കാണിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭഗവാന്റെ ആ ഫോട്ടോയിലേക്ക് നോക്കി കണ്ടിന്യൂ ആയിട്ട് ജപിക്കാൻ നേരത്തെ ചോദിച്ച് വരുമ്പോൾ പെട്ടെന്ന് രൂപമൊക്കെ കൊണ്ട് മാറി വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായി പോയി വന്ന്. പക്ഷേ എന്നിട്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നു 108. ശരീരമൊക്കെ പറ്റി ഭയങ്കര കൂളിംഗ് ആയി, പെട്ടെന്ന് വല്ലാത്തൊരു ഫീലായിപ്പോയി എന്ന്. പക്ഷെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ആ ഒരു മന്ത്രത്തിൻ്റെ ശക്തിയായിരിക്കാം ഭഗവാന്റെ. അത് സുരേഷ് ഏട്ടൻ മുഖാന്തരം എനിക്ക് ആ മന്ത്രം കിട്ടിയത്. അതിലും വലിയൊരു എന്താ പറയുക, ഭഗവാനോട് കൂടുതൽ നമ്മൾ അടുക്കും തോറും കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസും വളരെ വലുതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ മന്ത്രത്തിന് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇതെനിക്ക് ആ മന്ത്രം എന്ന സുരേഷ് ഏട്ടനും എല്ലാവിധ ഭാവങ്ങളും എല്ലാ ഡിവോട്ടിക്കും ഭഗവാൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സായിറാം. വളരെ ഫലവത്തായ ഈ ബാബ മന്ത്രം നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നല്ല അനുഭവങ്ങൾ ഉണ്ടായവർ തീർച്ചയായും
കമൻറ്റ് ബോക്സിൽ കൂടി അത് ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ഷെയർ ചെയ്യുകയും ചെയ്യാം. എല്ലാവരെയും സായിബാബ അനുഗ്രഹിക്കട്ടെ. ഓം സായിറാം.